അസ്സലാമു അലൈക്കും. നൂറ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റാസി ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നുണ്ട്. സമയം എത്ര ആയെന്നൊന്നും അറിയുന്നില്ല. സ്നേഹനിമിഷങ്ങൾക്കപ്പുറം അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങിയതാണ്. ഞെട്ടി എണീക്കുമ്പോൾ എല്ലായിടത്തും ഇരുട്ട് പരന്നിട്ടുണ്ട്. നന്നായി വിശക്കുകയും ചെയ്യുന്നുണ്ട്. വരുമ്പോൾ മേടിച്ചത് എന്താണെന്ന് പോലും തുറന്നു നോക്കാതെ മേശയിൽ എവിടെയോ കിടക്കുന്നുണ്ടാവും. നനഞ്ഞ മുടിത്തുമ്പിൽ നിന്ന് വെള്ളം പിഴിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചു. എണീറ്റ റാസി, ഒന്നും കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ നിനക്ക്? അവൻ്റെ നെറ്റിയിലൂടെ പതിയെ തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ റാസി അവളുടെ തണുത്ത കൈകൾ പിടിച്ച് വലിച്ചവൻ്റെ കഴുത്തിനടിയിലേക്ക് ബലമാർ ചേർത്ത് തന്നെ വെച്ചു. ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും ഉറങ്ങുന്നവനെ നൂറ മിഴിച്ചു നോക്കി. ശക്തമായി അവൾ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് സാധിച്ചില്ല. കളിക്കല്ലേ റാസി, സമയം എത്ര എന്നാ? എനിക്ക് വിശക്കുന്നുണ്ട്, ഒന്ന് വിട്ടേ എന്നും പറഞ്ഞ് നൂറ കൈ വലിച്ചെടുത്തു. വാതിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോഴാണ് ഫോണിൻ്റെ കാര്യം ഓർക്കുന്നത് പോലും. ബാഗിനുള്ളിൽ ഫോൺ വലിച്ചെടുത്തു കൊണ്ടുപോൾ നോക്കുമ്പോൾ സമയം രാത്രി 9 മണി. അല്ല, ഇത്രയും സമയമൊക്കെ ഉറങ്ങിയോ? ചിന്തിച്ചുകൊണ്ട് ഫോൺ തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ എത്രയോ മിസ്ഡ് കോൾ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പതിവ് പോലെ ഉമ്മയെ വിളിച്ചിട്ടില്ലല്ലോ. എന്തിനാവും ഉമ്മ കുറേ എന്നെ വിളിച്ചിട്ടുണ്ടാവുക? അവൾക്ക് ആദ്യം പടർന്നു. വീട്ടിലേക്ക് ചിന്തകൾ പടർന്നു തുടങ്ങിയപ്പോൾ നെഞ്ചെടുപ്പേറി. ഉമ്മ ഉറങ്ങിക്കാണോ? തിരിച്ചു വിളിക്കാതെ ഇരിക്കാൻ അവൾക്കായില്ല. ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കണക്റ്റ് ആവാതെ പോകുന്ന ഓരോ റിങ്ങിലും നൂറയുടെ ഹൃദയതാളം മുറുകി വന്നു. വീണ്ടും അവൾ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ഉമ്മ. 5-10 മിനിറ്റുകൾക്ക് പിന്നെയും കഴിഞ്ഞതിന് ശേഷമാണ് നൂറയുടെ ഫോൺ ഉമ്മ എടുത്തത്. ആ സമയം നൂറ അടുക്കളയിൽ തൽക്കാലം വിശപ്പ് തണുക്കാൻ വേണ്ടി മാത്രം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാര്യമായി ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഈ നിമിഷമില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. അതേസമയം റാസി ഉറക്കത്തിൽ നിന്നെണീറ്റ് വന്ന് അടുക്കളയിലൂടെ വാതിലിനുള്ളിലൂടെ ഒന്ന് നോക്കി. അവൾ ഫോണിലാണെന്ന് കണ്ടതും ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി. എത്ര സമയമായുമ്മ ഞാൻ വിളിക്കുന്നത്? ഇതെവിടെയായിരുന്നു? ഞാൻ ആകെ പേടിച്ചു പോയിട്ടമ്മ. അവൾ ഇത്രയും സമയം അനുഭവിച്ച മാനസിക സംഘർഷം അവളുടെ ശബ്ദത്തിൽ നിന്ന് ഉമ്മ തിരിച്ചറിഞ്ഞു. മോളെ, റിയാസിന് പെട്ടെന്ന് ഒരു തളർച്ച പോലെ. ഷംനയും ആ അയലക്കത്തെ ചെക്കനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്താണ് നിന്നെ വിളിച്ചത്. ഈയാണെങ്കിൽ ഫോൺ എടുക്കണില്ല. ഈ കുട്ടികളും ഞാനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്ത് ചെയ്യണം? ആരെ വിളിക്കണമെന്ന് അറിയാതെ ആകെ പേടിച്ചു പോയി. ഷംനനോട് ഞാൻ പറഞ്ഞു സാബിറിനെ വിളിക്കാൻ, അല്ലെങ്കിൽ നാദിറനെ. ഓള് പറഞ്ഞു ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന്. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ നട്ടം തിരിഞ്ഞു പോയി മോളെ. ഉമ്മ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കേട്ട് നൂറയ്ക്ക് ശരിക്കും കുറ്റബോധം തോന്നി. ആ സമയം ഒരാശ്വാസത്തിന് വേണ്ടിയാവണം ഉമ്മ തന്നെ വിളിച്ചതെന്നോർത്തു അവൾ. ഇപ്പോൾ ഇക്കാക്ക് എങ്ങനെയുണ്ടുമ്മ? പ്രഷർ കുറഞ്ഞതാണല്ലോ. അവിടെ പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എന്തായാലും സമാധാനമുണ്ട്. എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി. അല്ലാതെ എന്താപ്പം ഞാൻ പറയാ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കുട്ടീൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. പെരേൻ്റെ മൂലയിൽ ഒതുങ്ങേണ്ടി വന്നില്ലേ റബ്ബേ. എൻ്റെ കുട്ടി. പതിവ് പോലെ ഉമ്മാൻ്റെ സ്വരം ഇടറി. കണ്ണു നിറഞ്ഞു. അവസാനം സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ പൊട്ടിക്കരഞ്ഞു. ഇത്രയും കാലം ആ പാവം ഉരുകിയത് എന്നെ ഓർത്തായിരുന്നു. ഈ കറുത്തവൾക്ക് ആരും തുണയില്ലല്ലോ എന്നോർത്ത്. ഇന്ന് ഉരുകുന്നത് തനിക്ക് താങ്ങാവുമെന്ന് കരുതിയിരുന്ന ഒരേ ഒരു ആൺതരി ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിൻ്റെ മൂലയിൽ ഒതുങ്ങുന്നതോർത്ത്. മരണം വരെ എൻ്റെ ഉമ്മയുടെ കണ്ണുനീരിന് ഒരു അറുതിയില്ലേ റബ്ബേ. നൂറ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി തന്നെ ഉടയവനോട് പറഞ്ഞു. ആ അയൽവക്കത്തെ ഷാഫി ഉണ്ടായതുകൊണ്ടേ രാവും പകലും നോക്കാതെ ഓടി വരും. അതൊരു സഹായമാണ്. എന്നാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരേ കിടപ്പിൽ നിന്ന് എണീറ്റിരിക്കാനൊക്കെ ആയില്ലേ. അത്രയും സമാധാനം. ഇത് എന്തെങ്കിലും കഴിച്ചോ എൻ്റെ കുട്ടിയെ? ഉമ്മാൻ്റെ ആകുലതകൾക്ക് ശേഷം എൻ്റെ കാര്യം ചോദിക്കാനും ഉമ്മ മറന്നുന്നില്ലല്ലോ. ഉമ്മമാർക്ക് മാത്രമേ അതിന് സാധിക്കൂ. അല്ലാതെ ആരാണ് നമ്മളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ? കഴിച്ചില്ല ഉമ്മ, കഴിക്കണം. നേരത്തിനും കാലത്തിനും ഒന്നും കഴിക്കാതെ പണിയെടുക്കണ്ട. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ശരിക്കും ഉണ്ടാക്കി കൊടുക്കട്ടോ. രണ്ടറ്റം മുട്ടിക്കാനുള്ള എൻ്റെ ഓട്ടത്തിനിടയ്ക്ക് ആ കുട്ടീനെ മറന്നു പോകണ്ട. ജോലി ചെയ്യാൻ എളുപ്പത്തിന് ഫോൺ കിച്ചൺ ടോപ്പിൽ വെച്ച് സ്പീക്കറിലാണ് നൂറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയ റാസിയും ഉമ്മ അവസാനം പറയുന്നത് കേട്ടു. കണ്ടോ, ഉമ്മാക്ക് വരെ എൻ്റെ കാര്യത്തിന് ശ്രദ്ധയുണ്ട്. നിനക്ക് മാത്രം ഒരു ഉത്തരവാദിത്തം ഇല്ല നൂറ.
തിരിഞ്ഞു നിൽക്കുന്നവളുടെ ചുമലിലൂടെ കൈ ചേർത്ത് അവളിലേക്ക് അമർന്നുകൊണ്ട് കുസൃതിയോടെയാണ് അവൻ്റെ സംസാരം. ഒന്ന് പോ റാസി, ഉമ്മ കേൾക്കും. അവനെ ഒന്ന് നോക്കി കണ്ണു ചുട്ടാനും അവൾ മറന്നില്ല. ഞാൻ ഓരോന്ന് പറയുന്നത് കേട്ട് എൻ്റെ കുട്ടി ബേജാറാണ് കേട്ടോ. ഉമ്മാൻ്റെ സങ്കടം പിന്നെ ആരോടാ പറയാ? നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഉമ്മാക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു ദിവസം എൻ്റെ മോള് ലീവ് എടുത്ത് എത്ര കാലമായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ഉമ്മാക്ക് കാണാൻ തോന്നുന്നുണ്ട്. റിയാസും പറഞ്ഞു ഇന്നലെ നൂറ നിക്കാഹ് കഴിഞ്ഞ് പോയതാണല്ലോ എന്നൊക്കെ. ഉമ്മാക്ക് ഓടി വരാൻ പറ്റൂലല്ലോ. വരൂലേ? ഉമ്മാൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം തേടി അവൾ ചെന്നത് റാസിയുടെ മുഖത്തേക്കാണ്. ചിരിക്കുന്നത് കണ്ടതും അടുത്ത അവധി ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞു ഉമ്മയോട്. നിക്കാഹ് കഴിഞ്ഞു പോന്നതാണ്, പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല. ആദ്യമായിട്ട് പോകുമ്പോൾ റാസി ഇല്ലാതെ എങ്ങനെ? അതിനു വേണ്ടിയാണ് അവൾ അവൻ്റെ സമ്മതം തേടിയത്. ഉമ്മാൻ്റെ കാൾ അവസാനിച്ചതും നൂറ കണ്ണിലൂറിയ നനവ് തുടച്ചു കളഞ്ഞു. ഉമ്മാൻ്റെ ഫോൺ കോളുകൾ പലതും ഓർമ്മിപ്പിക്കും. തൻ്റെ കഴിഞ്ഞു പോയ കാലം, ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്ന കടമകളുടെ കൂമ്പാരങ്ങൾ, അങ്ങനെ എല്ലാം. ഇന്നുമുണ്ടോ ഈ കരച്ചിലെ? എന്തിനാ നൂറക്കുട്ടിക്ക് സങ്കടം? ഞാനില്ലേ? ഇനി എല്ലാത്തിനും ഞാനില്ലേ? ഒറ്റക്കല്ലല്ലോ ഇപ്പോൾ. എന്തായാലും പങ്കിടാൻ ഞാനില്ലേ പെണ്ണെ? പിന്നെ എന്തിനാ ഇനിയും ഈ കണ്ണ് നിറയുന്നത്? എൻ്റെ നൂറ തോൽക്കാതിരിക്കാൻ കൂട്ടിന് ഞാനില്ലേ കൂടെ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് റാസി ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ അതന്നെ അവളും ഓർത്തു, ഈ ഒരുവനാണ് എൻ്റെ സമാധാനം. നൂറയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു സന്തോഷം. ഉമ്മച്ചി, സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് ഉമ്മച്ചി. ഉപ്പയുടെ പേരും പറഞ്ഞ്. ഉപ്പ എന്തിനാ ഇങ്ങനെ എല്ലാവരോടും ആളുകളോട് ചെയ്തത്? മൂത്ത മോൻ്റെ വാക്കുകൾ കേട്ടതും സനയുടെ പെരുവിരൽ മുതൽ ദേഷ്യവും സങ്കടവും ഇരച്ചു കയറിയിരുന്നു. തിരികെ വന്നപ്പോൾ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ പുതു അർത്ഥങ്ങൾ തേടിയെത്താൻ കൊതിച്ചിരുന്നു. പക്ഷേ അന്ന് ജയിലിൽ നിന്നും ഇറങ്ങിയത് പ്രതികാരം ചെയ്യാനും സ്വത്തുക്കളോടുള്ള ആർത്തി മൂലമാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ, വീണ്ടും പഴയ ജീവിതം കെട്ടിപ്പൊക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വെറുപ്പ് തോന്നിപ്പോയിരുന്നു. സ്ത്രീകൾക്കുള്ള ഒരു മനോഭാവമാണല്ലോ തൻ്റെ മക്കളുടെ ഉപ്പയാണെന്നുള്ള കാരണം കൊണ്ട് മാത്രം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച സ്നേഹക്കണങ്ങൾ. ഒട്ടും മനോഹരമല്ലാത്ത ജീവിതത്തിൻ്റെ എന്നുകളിൽ ആകെ ആഗ്രഹിക്കുന്നതിപ്പോൾ കുട്ടികളുടെ ഭാവിയാണ്. ട്യൂഷനെടുത്തും തയ്ച്ചും കിട്ടുന്ന പണം ആഗ്രഹിച്ചിട്ട് മാത്രമല്ല, മനസ്സ് മുറിഞ്ഞില്ലാതെയാവുമ്പോൾ, കുട്ടികളുടെ ഉപ്പയെക്കുറിച്ചുള്ള സംസാരങ്ങൾ അധികമാകുമ്പോൾ മറ്റെന്തെങ്കിലും ചെയ്തുകൂടാ എന്നൊരു തോന്നലിൽ നിന്ന് വെളിപ്പെട്ടതാണ് ഇതെല്ലാം. ഒപ്പം മക്കളെ ഇരുത്തി പഠിപ്പിക്കാമെന്നുള്ള കാഴ്ചപ്പാടും. ആഷിഖിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള ജനങ്ങൾ കാണാതെ അബ്ദുറഹ്മാൻ്റെ മകൾ എന്ന് കാണുന്നവരിൽ സ്നേഹം നിറഞ്ഞു നിൽക്കും. മകന് മറുപടി കൊടുക്കാതെ അവനിൽ നിന്നും ഉമ്മച്ചിക്ക് ജോലി തീർക്കാനുണ്ട്, അവിടെ പോയി കളിച്ചു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും വേദനയുടെ നനവുകൾക്ക് തുടക്കമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആഷിഖ് നല്ലൊരാളാണ്. തങ്ങളുടെ ഉപ്പ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ, അല്പം കൂടി മുതിർന്ന കുട്ടികളാവുമ്പോൾ എല്ലാം തിരിച്ച് വീണ്ടും അവർക്ക് അവരെ തന്നെ സ്വയം തിരുത്തേണ്ടി വരുമല്ലോ എന്നായിരുന്നു ചിന്തകൾ പോയത്. അകത്തുള്ള ജോലികൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആയിരുന്നു ഫോൺ ബെല്ലടിക്കുന്നത്. ഇപ്പോൾ ഒരു ഫോൺ വരുമ്പോൾ പോലും പേടിയാണ്. ആഷിഖാണെങ്കിൽ എന്ത് പറയണം, എങ്ങനെ ഒഴിവാക്കി വിടണം എന്നുള്ള പല ചിന്തകൾ നിറയും. ഹലോ, ആരാണ്? ആ, ഞാൻ ശങ്കരനാരായണൻ വക്കീലാണ്. ആഷിഖ് സാറിൻ്റെ വക്കീൽ. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാതെ? എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഫോൺ വെച്ചിട്ട് പൊയ്ക്കോളൂ. അല്പം ദേഷ്യത്തിൽ തന്നെ അയാളോട് പറയേണ്ടി വന്നു. അവസരം കിട്ടിയപ്പോൾ കൂടെ കിടക്കാൻ വിളിച്ച നാണം കെട്ടവൻ. ആഷിഖ് സാറിൻ്റെ ജീവിതം രക്ഷപ്പെടുത്താം, പക്ഷേ നിങ്ങൾ എനിക്കൊന്ന് വഴങ്ങിത്തരണമെന്ന് ഒരു ലജ്ജയുമില്ലാതെ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ആകെ ഒരു നിസ്സായാവസ്ഥയിലായിരുന്നു. ഇതുപോലെ ആളുകളെ കൂടെ കൊണ്ട് നടന്ന് സ്വന്തം ഭാര്യയ്ക്ക് വിലയിടാൻ പാകത്തിന് ആഷിഖ് ആയല്ലോ എന്നോർത്ത്. സന, എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരൂ. ആഷിഖ് സാറിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ, പ്ലീസ് ദയവായി നിങ്ങളെ വക്കീൽ ബുദ്ധി നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്നെ വിട്ടേക്ക്. കഴിഞ്ഞ തവണയും ഞാൻ നിങ്ങളോട് ഇതന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നാണാവില്ലേ? നിങ്ങളൊരു വക്കീലല്ലേ? അയാൾ അന്ന് പറഞ്ഞ വാക്കുകൾ ചിന്തകളിൽ വന്ന് കാർന്നിരുന്നപ്പോൾ ഫോൺ കട്ടാക്കിയിരുന്നു. ഉറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് പോലും പെണ്ണിൻ്റെ മാനത്തിന് വിലയുണ്ടായിരുന്നു. വീണ്ടും ഓർമ്മകളിലേക്ക് വഴുതി വീണു.
ആഷിക, നിങ്ങളെന്നെ ഒരുപാട് സ്നേഹിക്കണം. നമ്മളുടെ മക്കൾ സന്തോഷം, സമാധാനം, അങ്ങനെ നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പൊക്കണം. പറയൂ, എന്നെ സ്നേഹിക്കില്ലേ? അവളുടെ പിൻകയത്തിൽ ചുംബനം പതിപ്പിച്ചുകൊണ്ട് അവനൊന്ന് മൂളി. കണ്ണുകളിൽ പക്ഷേ സ്നേഹത്തേക്കാൾ മറ്റെന്തോ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. നിർത്താതെ ഫോൺ ബെൽ മുഴങ്ങുമ്പോൾ അവളിൽ നിന്നും നീങ്ങി അവൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. തിരികെ വന്നപ്പോൾ മുഖത്ത് ദേഷ്യത്തിൻ്റെ ഭാവങ്ങളായിരുന്നു. അതിൽ നിന്ന് മുക്തി നേടാനെന്നോണം തന്നിലേക്ക് ചേരുന്ന അവനിൽ നിർവൃതികളിൽ നിറയുന്ന അനുഭൂതികൾക്ക് പകരം ദേഷ്യത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന നിമിഷങ്ങളായിരുന്നു. ആ രാത്രി ഓർക്കുമ്പോൾ അവളിൽ നിന്നും ഭീതി നിറഞ്ഞിരുന്നു. എങ്കിലും സ്നേഹിക്കപ്പെടാൻ ആ ഉള്ളം കൊതിച്ചുകൊണ്ടേയിരുന്നു. സനമോളെ, ഈ എവിടെ? എത്ര നേരമായി? ഉപ്പാൻ്റെ വിളിയിൽ നിന്നുമാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. കഴിഞ്ഞ വേദനകളെ മറന്നുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ ഉമ്മറത്തേക്ക് ചെന്നു. എങ്കിലും ഉള്ളു നിറയെ വക്കീൽ പറഞ്ഞതായിരുന്നു. ആഷിഖിൻ്റെ എന്ത് കാര്യമാവും, അതിൽ സത്യമുണ്ടാവുമോ എന്നു. ആദ്യം ഞാൻ കരഞ്ഞിരുന്നു, പിന്നെ ഞാൻ നിലകൊണ്ടു. ഇന്ന് ഞാൻ മറ്റുള്ളവരുടെ കണ്ണീരിന് തുണയാണ്. ആ നീതിയുടെ മീറ്റിൽ അമൃത അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചിരുന്നു. തന്നെ നോക്കി ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. തൻ്റെ മകൻ ആദിനാഥ് വീട്ടിലേക്കുള്ള യാത്രയിൽ 1 വർഷം കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ തനിക്ക് തന്നെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. കുടുംബത്തെ വിട്ടുകൊണ്ട് ചെന്നൈയിൽ വന്നതും വിശാൽ എനിക്ക് കൂട്ടായിരുന്നതും മറക്കാൻ പറ്റാത്ത ദിനങ്ങൾ തന്നെ. മനസ്സിൻ്റെ നിയന്ത്രണം കയ്യിൽ വരുമ്പോൾ അറിയാതെ അദ്ദേഹത്തോട് ഒരിഷ്ടം തോന്നുമെങ്കിലും തനിക്ക് അയാൾ ദൈവത്തെ പോലെ ആണെന്നുള്ള ഉത്ബോധം ആദിയിലേക്ക് കൂടുതലും അടുപ്പിച്ചു നിർത്തുന്നു. ഇരുട്ട് വീണ്ടും വന്നെടുത്തു. ഈ കറുത്ത രാത്രികളെ മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. അയാൾ, ആ ആഷിഖ് എന്ന ക്രൂരതയുടെ ഇരുട്ട്. ഓർമ്മകൾ വീണ്ടും മുളപൊട്ടി. അല്ലെങ്കിലും ഓർക്കേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാവും പിന്നെ ഏത് സമയവും നമ്മുടെ ഉറക്കം കെടുത്തുന്നത്. അമൃതവർഷിണി ഒരു സാധാരണ പെൺകുടി. അപ്പനും അമ്മയും അനിയനും മാത്രമുള്ള ചെറിയ കുടുംബം. ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കെത്തിയപ്പോൾ ജീവിതം ഇത്രയും ദുസ്സഹമാവുമെന്ന് അത്രയേറെ അവൾ ചിന്തിച്ചില്ല. അതെ, കമ്പനി ഉടമ ആഷിഖ്. പകൽ മാന്യനായിരുന്നു അയാൾ എന്നും എല്ലാവർക്കും താല്പര്യമുള്ളവൻ. പക്ഷേ ഉള്ളിലെ വ്യാജനെ തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. തൻ്റെ സാഹചര്യം മുതലെടുത്ത് കൂടുതലും അടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സംരക്ഷകൻ സ്ഥാനമായിരുന്നു അയാൾക്ക്. പിന്നീട് ജീവിതത്തിൻ്റെ ദുഃഖപൂർണമായ കള്ളക്കഥ പറഞ്ഞപ്പോൾ, ഇടറിപ്പോയ ജീവിതം പറഞ്ഞപ്പോൾ അറിയാതെ അയാളിൽ ഒരു പ്രണയം ഞാൻ കണ്ടെത്തി. ഓരോ ദിവസവും അയാൾ എന്നെ തൊടുമ്പോൾ കല്യാണം കഴിക്കാം, അതൊരു പ്രശ്നമല്ല എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. റെഗുലർ പീരിയഡ് ഉണ്ടാകുന്ന സമയമായിട്ടും ആവാതെ ആയപ്പോൾ തമാശയ്ക്ക് സ്റ്റാഫുകളിൽ ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, നിനക്കിനി വല്ല ഗർഭവുമാണോന്ന്. പക്ഷേ അവർക്കറിയാത്ത ബന്ധങ്ങളും ഞാനും ആഷിഖും ആയുണ്ടെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അന്നത്തെ രാത്രി ഗസ്റ്റ് ഹൗസിൽ എന്നെ വിളിച്ചു വരുത്തി കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാക്കാം എന്നായിരുന്നു ഫോൺ വിളിച്ചു പറഞ്ഞത്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ആഷിക, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്കെന്നെ സ്വീകരിക്കാൻ പറ്റൂലേ? നിങ്ങളുടെ കുട്ടിയാണ് എൻ്റെ വയറ്റിലുള്ളത്. നിങ്ങൾ തന്നൊരു വാക്കിൻ്റെ പുറത്തല്ലേ എല്ലാം. എന്നെ കൈവിടുകയാണോ? ചെയ്യരുത് ഇതൊന്നും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. നീ വളർത്തും എന്നാ നീ ഒരുപാടങ്ങ് ചാടല്ലേ നായേ. നീ വളർത്തി വലുതാക്കിയിട്ട് എൻ്റെ സ്വത്തിൽ കൈവെക്കാൻ വരാനാണോടി? ഈ കുഞ്ഞൊന്നും വേണ്ട, പൈസ തരാം, അങ്ങ് കളയാം. അതിനുള്ള വഴി ഇപ്പോഴുമുണ്ട്. സംശയം മാത്രമല്ലേ നിൻ്റെ? നമുക്ക് ഇതൊന്നും വേണ്ട. കൂടെ കിടക്കാൻ എന്തിനാണ് ഈ വക സാധനങ്ങൾ? തൊട്ടടുത്ത ബോക്സിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് കണ്ടതും തനിക്കുണ്ടാവാൻ പോകുന്ന ചതി അവൾ ഓർത്തു. കുതിരമാറാൻ ശ്രമിച്ച് അവളെ ബലമായി കീഴ്പ്പെടുത്തി ഇഞ്ചക്ഷൻ അവളിൽ കുത്തിവെച്ചു. ചിലപ്പോൾ അവൾ കൂടി മരിച്ചു പോകുമെന്ന് അറിഞ്ഞപ്പോൾ പോലും അവൻ്റെ ഉള്ളിൽ സ്നേഹമല്ലായിരുന്നു, വെറും കാമം മാത്രമായിരുന്നു. ഏതൊരു ബന്ധത്തിലും സ്നേഹമുണ്ടെങ്കിൽ മാത്രമാകും ദേഹങ്ങൾക്ക് പോലും കൈമാറുമ്പോൾ മടുക്കാതെ നിലനിൽക്കൂ. വെറും കാമം മാത്രമാണെങ്കിൽ അല്പം കഴിഞ്ഞത് ഒരു മടുപ്പാവും. അവനെല്ലാം അത് മാത്രമായിരുന്നു. മയങ്ങി എണീക്കുമ്പോൾ തൻ്റെ മേലെ ഒരു ഉടുതുണി പോലും ഇല്ലായിരുന്നു. തളർന്ന ഹൃദയവുമായി അവിടെ നിന്നും ഓടുമ്പോൾ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ അതെല്ലാം മാഞ്ഞുപോയെന്ന് മനസ്സിലായപ്പോൾ, ആഷിഖ് ചതിച്ചതാണെന്ന് മനസ്സിലായപ്പോൾ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനമെടുത്തു. ഒരിക്കലും തനിക്ക് വേണ്ടിയുള്ള നീതിയല്ലായിരുന്നു, തൻ്റെ കുഞ്ഞിന് വേണ്ടി, അതിൻ്റെ ആത്മാവിന് വേണ്ടി. അച്ഛൻ്റെ ജോലിയുടമയുടെ മകൻ അഡ്വക്കേറ്റ് വിശാൽ നായിക്
കേസ് ഏറ്റെടുത്തു. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മഴയുള്ളൊരു പകൽ കോടതിയിൽ ആദ്യമായി കയറുമ്പോൾ പല ശ്രമങ്ങൾക്കുമൊടുവിൽ പോലീസ് ആഷിഖിനെ കണ്ടെത്തിയിരുന്നു. സ്വർഗത്തിൽ ശബ്ദമില്ലെങ്കിലും കോടതിയുടെ മുറിയിൽ വിശാലിൻ്റെ വാക്കുകൾ തീവണ്ടി പോലെ ഗർജിച്ചു. അഡ്വക്കേറ്റ് വിശാൽ നായിക് മുന്നോട്ട് നടന്നു. തീ പൊള്ളിക്കുന്ന നീതി നിരീക്ഷണമായിരുന്നു. അദ്ദേഹം സത്യവാങ്മൂലം ഉയർത്തിപ്പറഞ്ഞു. ആക്ഷേപങ്ങളല്ല, തെളിവുകളാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ ആഷിഖ് തൻ്റെ പണവും പദവിയും ഉപയോഗിച്ച് അവളുടെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നശിപ്പിച്ചു. ഈ പെൺകുട്ടിക്ക് കണ്ണുനീരാണെങ്കിൽ ഇതിന് പിന്നിൽ തീ പോലെയുള്ള കടഞ്ഞ സത്യമുണ്ട്. ഇങ്ങനെ പൊള്ളുന്ന വേദനയ്ക്ക് നീതി കിട്ടണം. അവളെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോലും അനുവദിക്കാത്ത ഈ ക്രൂരതയ്ക്ക് ഇതുവരെ നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി നമുക്ക് സംസാരിക്കാൻ അവകാശമില്ല. മൈ ലോർഡ്, ഈ പെൺകുട്ടിയുടെ കണ്ണുനീർ കണക്കേക്കേണ്ടത് ഒരു വികാരമായല്ല, അതൊരു തെളിവാണ്. മുറിയിൽ തീവ്രമായ വാക്കുകൾ നിറയേണ്ട സമയത്ത് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. ജഡ്ജിമാരുടെ കണ്ണുകൾ പോലും ആ നിമിഷം നനഞ്ഞു പോയിരുന്നതായി ഞാൻ ഇന്നും ഓർക്കുന്നു. പക്ഷേ പ്രതിക്കൂട്ടിൽ നിന്നും ആഷിഖ് തലയുയർത്തിയും ഹൃദയത്തിലൊരു മുറിവില്ലാത്തതുപോലെയും നോക്കി നിന്നു. ഐ ആം നോട്ട് ഗിൽറ്റി എന്നതിൽ അയാൾ ഉറച്ചു നിന്നു. എൻ്റെ ശബ്ദം അയാളിലേക്ക് നോക്കിയപ്പോൾ മുറിഞ്ഞു പോയിരുന്നു. പക്ഷേ എനിക്ക് മൗനം തന്നെയാണ് വേണമായിരുന്നത്. കാരണം ഈ മൗനം തീ പോലെയാണ്. ഇനി ആരും അതിൽ കൈവയ്ക്കില്ലല്ലോ. കേസിൻ്റെ സ്വഭാവം കണക്കിലെടുത്തും വിശാലിൻ്റെ വാദങ്ങൾക്കൊടുവിൽ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീടുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചിരുന്നു. അയാൾ, ആ വൃത്തികെട്ട വക്കീൽ ശങ്കരനാരായണൻ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ മുറിവുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. അന്ന് അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ പ്രതിരോധിക്കാനായി പല വഴികളും കാട്ടി. പക്ഷേ യാഥാർത്ഥ്യം എല്ലാം മറികടന്നു. സത്യം നീതിയെ കൂട്ടിപ്പിടിച്ചു. ഇന്നും ഓർമ്മയിൽ ആ കോടതി വിധിയുണ്ട്. സത്യം ജയിക്കും എന്നുള്ള വിധി. ജഡ്ജിയുടെ വാക്കുകൾ പോലും ആ നിമിഷം തെളിഞ്ഞു നിന്നിരുന്നു. അമൃതവർഷിണിയുടെ സാക്ഷിയും വാദപരമ്പരയും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഹൃദയത്തോട് സംസാരിച്ചിരിക്കുന്നു. ആഷിഖ് കുറ്റവാളിയാണ്. അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. കൂടാതെ ഇയാളിൽ നിന്നും കൂടുതൽ കുറ്റങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളയാൾ ഇനിയും കേസുകൾ അന്വേഷിക്കേണ്ടതാണ്. വിധിക്കൊടുവിൽ എൻ്റെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു പോയിരുന്നു. നേരെ നോക്കിയത് അഡ്വക്കേറ്റ് വിശാലിനെയാണ്. അദ്ദേഹം ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് തലയാട്ടി. അതോടൊപ്പം അവളെയും ഞാൻ നോക്കി, എൻ്റെ വെളിച്ചത്തെയും. എവിടെ നിന്നോ വന്ന മനുഷ്യരെ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നത് പോലും അത്ഭുതമായിരുന്നു. കോടതിയിൽ നിന്നും ഇറങ്ങിയ ഞാൻ മറ്റൊരാളായി മാറുകയായിരുന്നു. അതിൻ്റെ തുടക്കം മൗനത്തിൽ നിന്നുള്ള ആത്മാവിലേക്കുള്ള യാത്രയായിരുന്നു. നാട്ടിലേക്ക് തിരികെ പോയില്ല. ആർക്കും ഒരു ബാധ്യത ആവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ചെന്നൈയിലെ ഒരു വനിതാ അഭയകേന്ദ്രത്തിൽ ജോലി ഏറ്റെടുത്തു. ആദ്യ ദിവസം അവിടുത്തെ പെൺകുട്ടികളെ നോക്കി നിന്നപ്പോൾ മനസ്സിൽ പറഞ്ഞത്, ഞാൻ നേരിട്ടത് ഒരു അധ്യായം മാത്രമാണ്. അവർക്ക് അതിൽ നിന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു. അവിടെ എത്തുമ്പോൾ മുതൽ എൻ്റെ അനുഭവങ്ങൾ അവരെ ഹൃദയമുള്ളവരാക്കി മാറ്റി. വാക്കുകൾ അതിന്മേൽ കൂടാതെ മറ്റുള്ളവരുടെ കൈ പിടിക്കാനായി വളർന്നിരുന്നു. ചിലർ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരുന്നു. ചിലർ അവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ. ചിലർ എന്നിലേക്ക് നോക്കാനും ശ്രമിച്ചു കൊണ്ടേയിരുന്നു. പതറിപ്പോയ എന്നിൽ വെളിച്ചം പകർന്നത് കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ചത് നൂറയായിരുന്നു. അവൾ ഒടുവിൽ പറഞ്ഞ വാക്കുകൾ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അഹ്റാസിനൊപ്പം കോടതിയിൽ അവസാന വിധി ദിവസം വരുമ്പോൾ നൂറയിൽ കണ്ടത് പുതുവർഷത്തെ ആദ്യ മഴയുടെ സൗന്ദര്യമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഞാൻ ഒരുപാട് നാൾ ഇതൊക്കെ മറച്ചു വെച്ചു. എന്നാൽ നൂറയുടെ ജീവിതം അതുപോലെ അവൾ പോരാടി ജയിലിലാക്കിയ ചിത്രം വന്നപ്പോൾ നൂറയെ കാണാൻ തോന്നി. ഒരിക്കലും തളർന്നു പോവാതെ പോരാടണം എന്നവൾ എന്നോട് പറഞ്ഞു. ജാമ്യത്തിൽ ഇറങ്ങിയ അയാൾ ഇപ്പോൾ മുൻപത്തേക്കാൾ ദ്രോഹിയായി മാറിക്കഴിഞ്ഞു. മുന്നോട്ട് പോകുക, പിന്നിൽ ഞങ്ങളുണ്ട്. റാസിയുടെ കൈകോർത്ത് നൂറ അത് പറയുമ്പോൾ പോരാടാനുള്ള ഓട്ടമായിരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത് കൊണ്ട് അടുത്തുള്ള ചെന്നൈ അനാഥ മന്ദിരത്തിൽ നിന്നും ആദിയെ അടുത്ത് വളർത്താൻ തുടങ്ങിയപ്പോൾ മുതൽ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്നത് തന്നെയായിരുന്നു ഉള്ളിൽ. പക്ഷേ നൂറയുടെ ജീവിതം ആകെ ഒരു വാടകമുറിയിൽ ഒതുങ്ങിയിടുമ്പോൾ വല്ലാത്തൊരു നീറ്റലാണ്. മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്താലും കറുപ്പും വെളുപ്പും പണവും എല്ലാം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിന് വിലയിടും എന്ന് തോന്നിപ്പോകുന്നു. മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. നൂറയെ ഓർത്തതും അവളുടെ കോളായിരുന്നു വന്നത്. നൂറ, സുഖാണോ നിനക്ക്? റാസി ബ്രദർ എന്തു പറയുന്നു? എനിക്ക് സുഖാണ്. നിനക്കും മോനും സുഖാണോ? ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു? വിശേഷങ്ങൾ നോവിലേക്ക് പോകാതെ അവസാനിക്കുമ്പോൾ ഫോൺ കട്ടാക്കി കുഞ്ഞിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ നൂറ എന്ന വെളിച്ചം പുഞ്ചിരി നിറച്ചു. ഒരെണ്ണം കൂടി ഒഴുക്കടോ. അവൾ എന്താ പറഞ്ഞത്? ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ?
അവളെ ഭർത്താവിൻ്റെ കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് സന എന്ന നമ്പറിൽ ശങ്കരനാരായണൻ വക്കീൽ ഡയൽ ചെയ്യുമ്പോൾ പിറകിൽ നിന്നും ഒരു കൈ അയാളുടെ പുറത്ത് പതിച്ചിരുന്നു. പുറത്ത് തകൃതിയായി പെയ്യുന്ന മഴയുടെ സൗന്ദര്യം നോക്കി നിൽക്കുകയായിരുന്നു റാസി. നൂറയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി അവൾക്കൊരു പുഞ്ചിരി നൽകാൻ മറന്നില്ല. ആ അമൃത വിളിച്ചിരുന്നു. നിന്നെയും അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു. അവർക്ക് സുഖമാണോ നൂറ? ഇപ്പോഴും ആഷിക്ക് അവളോട് ചെയ്തു കൂട്ടിയത് ഓർക്കുമ്പോൾ ഒരു തരം മരവിപ്പാണ്. ശരിക്കും ഇന്നാട്ടിലെ ആളുകൾ വിചാരിച്ചത് നിന്നോട് മാത്രമാണ് ക്രൂരതകൾ ചെയ്തു കൂട്ടിയത് എന്നാണ്. പക്ഷെ പണം കൊടുത്തുകൊണ്ട് അയാളെല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നില്ലേ? പക്ഷെ നമ്മൾ മുന്നോട്ട് നിന്നപ്പോൾ കണ്ടോ അമൃത നിന്നെ തേടി വന്നത്, അവൾക്ക് നീതി കിട്ടിയത്. സത്യം റാസി, ഞാൻ രാവിലെ കൂടി ആലോചിച്ചു ഈ കാര്യം. അന്ന് അഫ്സലിക്കയും എന്നെയും ഉപദ്രവിച്ചത് പുറംലോകം അറിയാതെ ഇരുന്നെങ്കിലും ഒരിക്കലും അമൃതയുടെ കാര്യം, അവളുടെ ജീവിതം, അനുഭവിച്ച പീഡനങ്ങളും പുറത്തു വരില്ലായിരുന്നു. സത്യത്തിൽ ഇടയ്ക്കെങ്കിലും ഞാൻ ഓർക്കും, നമ്മളെക്കാൾ കൂടുതൽ ക്രൂരതകൾ അനുഭവിച്ച ജീവിതങ്ങൾ കൂടെ തന്നെ കാണുമെന്ന്. പലരും വിചാരിക്കും നമ്മുടെ ദുഃഖങ്ങളാണ് വലുത് എന്ന്. പക്ഷെ അല്ലെന്ന് തെളിയിച്ച ജീവിതം തന്നെയായിരുന്നു അമൃതയുടേത്, അല്ലേ റാസി? പക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും തളർന്നു പോവുമായിരുന്നു. നീ കൂടെ ഉള്ളപ്പോൾ എൻ്റെ അത്രയും ധൈര്യമായിരുന്നു എനിക്ക് റാസി. അവൻ പറഞ്ഞത് ശരിയാണെന്നതുപോലെ റാസിയുടെ കയ്യിലേക്ക് തല ചേർത്ത് പറ്റിച്ചേർന്ന് നിന്നാണ് അവൾ അത്രയും പറഞ്ഞത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവളിൽ ഇപ്പോഴും ഭയം നിറയുന്നതും നെഞ്ചിടിപ്പ് ഏറുന്നതും റാസി തിരിച്ചറിഞ്ഞു. എൻ്റെ ഭാര്യയെ, നമ്മളൊരു നിമിത്തമായിരുന്നു. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുക, അത്രയേ ഉള്ളൂ. അവൾ സന്തോഷത്തോടല്ലേ ജീവിക്കുന്നത്? അത് മതിയല്ലോ. തനിയാവുമ്പോൾ ഉള്ള വേദന എൻ്റെ കെട്ടിയോളും കുറച്ചൊക്കെ അനുഭവിച്ചതല്ലേ. ഇപ്പോൾ അവൾക്കൊരു കുഞ്ഞില്ലേ, അവൾ ജീവിക്കട്ടെ. ഇടയ്ക്ക് വിശേഷങ്ങൾ നമുക്കും തിരക്കാം. അവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ റാസി പറയുമ്പോൾ അവൾ അത് ശരിവെച്ച് കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.